നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. തങ്ങളുടെ 8 സൈനികരെ കൂടി ഹമാസ് കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ചൊവ്വാഴ്ച ഗസ മുനമ്പിൽ നടന്ന ഏറ്റുമുട്ടലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി ദിനപത്രമായ ഹാരറ്റ്സ് ഇസ്രായേൽ സൈന്യം ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഗോലാനി ബ്രിഗേഡിന്റെ 13ാം ബറ്റാലിയൻ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ ടോമർ ഗ്രീൻബെർഗ് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. മേജർ റോയി മെൽദാസ്, മേജർ മോഷെ അവറാം ബാർ ഓൺ, മേജർ ബെൻഷലി, ക്യാപ്റ്റൻ ലീൽ ഹായോ, സ്റ്റാഫ് സർജന്റ് ഒറിയ യാക്കോവ്, സർജന്റ് ഫസ്റ്റ് ക്ലാസ് റോം ഹെക്ട്, സർജന്റ് അച്ചിയ ദസ്കർ എന്നിവരാണ് ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റുള്ളവർ. അതിനിടെ കരയുദ്ധം ശക്തിപ്പെടുത്തിയ ശേഷം ഹമാസ് പ്രത്യാക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുന്നത് കുത്തനെ ഉയർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ ഉയർന്ന ഓഫീസർമാരടക്കം 435 സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വെളിപ്പെടുത്തി. 20 സൈനികർ സഹപ്രവർത്തകരുടെ തന്നെ സൗഹൃദ വെടിവയ്പിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു. കരയുദ്ധം ഇസ്രായേൽ സേനയ്ക്ക് സങ്കീർണമായി തീരുന്നതായും ഹമാസ് പോരാളികളുടെ മിന്നലാക്രമണങ്ങൾ പ്രതിരോധിക്കാൻ അവർ പ്രയാസപ്പെടുന്നതായും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് സൗഹൃദ വെടിയുടെ വിശദീകരണവുമായി ഇന്നലെ സേനാ വക്താവ് രംഗത്തു വന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്ക് പ്രകാരം കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ 5-1 അബദ്ധത്തിലുള്ള സൗഹൃദ വെടിവയ്പിലാണ് കൊല്ലപ്പെട്ടത്. പാലസ്തീൻ പോരാളികളെന്ന് തെറ്റിദ്ധരിച്ച് നടത്തിയ വെടിവയ്പിൽ 13 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ആർമി റേഡിയോ പറഞ്ഞു. ലക്ഷ്യം തെറ്റിയുള്ള വെടിയേറ്റാണ് ഒരു സൈനികൻ മരിച്ചത്. ടാങ്ക് ദേഹത്ത് കയറി 2 പേരും മരിച്ചു. ഒരു ടാങ്കിന്റെ പിന്നിൽ മെഷീൻ ഗണ്ണിൽ നിന്നുമുള്ള ബുള്ളറ്റ് പതിച്ച് 2 പേരും സൈനികായുധങ്ങളിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങൾ പതിച്ച് 2 പേരും കൊല്ലപ്പെട്ടു. കരയുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികരുടെ എണ്ണക്കൂടുതൽ, പോരാട്ടത്തിന്റെ ദൈർഘ്യവും സ്വഭാവവും, ക്ഷീണം, പ്രവർത്തന അച്ചടക്കമില്ലായ്മ, ഏകോപനമില്ലായ്മ എന്നിവ ഉൾപ്പെടെ വിവിധ കാരണങ്ങളാലാണ് സൈനികരുടെ മരണസംഖ്യയ്ക്ക് പ്രധാന കാരണമെന്ന് ഇസ്രായേലി സൈന്യം പറയുന്നു. അതേസമയം ബന്ദികളെ ജീവനോടെ തിരികെ വേണമെങ്കിൽ ഗസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് മുതിർന്ന ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ബന്ദി മോചനത്തെക്കുറിച്ച് ഇനി ചർച്ചയില്ല എന്നും ബെയ്റൂത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ബന്ദികളെ കണ്ടുപിടിക്കുന്നതിൽ ഇസ്രായേൽ സൈന്യം നേരിട്ട പരാജയം അവർ മൊത്തത്തിൽ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. സൈനിക നീക്കത്തിലൂടെ ബന്ദികളെ ജീവനോടെ പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ അതിന് ശ്രമിക്കരുത്. നിങ്ങളുടെ ഓരോ നീക്കവും അവരുടെ ജീവൻ അപകടപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക. ഇസ്രായേൽ അധികൃതരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹംദാൻ പറഞ്ഞു. ഗസയിൽ നെത്ന്യാഹുവിന്റെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയില്ല. അതിൽ അവർ വിജയിക്കില്ല. വിചാരണയിലും തടവിലുമായിരിക്കും നെത്ന്യാഹുവിന്റെ അവസാനം. ഗസയിലുള്ള ഇസ്രായേൽ സൈനികർ ഒന്നുകിൽ കൊല്ലപ്പെട്ട നിലയിലോ അല്ലെങ്കിൽ പരിക്കേറ്റ നിലയിലോ ആയിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ പ്രമേയം തടയാൻ UN സെക്യൂരിറ്റി കൗൺസിൽ US വീറ്റോ പ്രയോഗിച്ചതോടെ ബൈഡനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഫലസ്തീനികളുടെ വംശീയ ഉന്മൂലനത്തിൽ പങ്കാളികളാണ്. വടക്കൻ ഗസയിൽ ഇസ്രായേൽ സൈന്യം ഫലസ്തീനികളെ തടവിലിടുകയും വിവസ്തരാക്കുകയും ചെയ്യുന്നത് ഫലസ്തീൻ ജനതയുടെ ആത്മാഭിമാനത്തെ തകർക്കുവാനുള്ള ശ്രമമാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ചെറുത്തുനിൽപ്പില്ലാതാക്കാനുള്ള നീക്കമാണ് ചൊവ്വാഴ്ച ജനീനയിൽ ഇസ്രായേൽ നടത്തിയ നരവേട്ട. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഗസയിൽ മാത്രം 25 കൂട്ടക്കൊലകൾ നടത്തിയതായി ഹമാസ് വക്താവ് ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ 137 ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ തന്നെയാണെന്ന് ഇസ്രായേൽ സർക്കാർ വക്താവ് എയ്ലോൺ ലെബി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഇവരിൽ 117 പുരുഷന്മാരും 20 സ്ത്രീകളുമാണുള്ളത്. ആകെ പിടികൂടി 247 ബന്ദികളിൽ 110 ബന്ദികളെ വെടിനിർത്തൽ കാലയളവിൽ ഹമാസ് മോചിപ്പിച്ചിരുന്നു. 86 ഇസ്രായേലികളും 24 വിദേശ പൗരന്മാരുമാണ് വിട്ടയക്കപ്പെട്ടത്. യുദ്ധത്തിന് മുമ്പ് കാണാതായ 4 പേരും ഹമാസിന്റെ കയ്യിലുള്ളതായി സംശയിക്കുന്നുണ്ട്. ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ വർഷങ്ങളായി ജയിലടച്ച സ്ത്രീകളും കുട്ടികളുമടക്കം 7000-ലേറെ പാലസ്തീനികളെ വിട്ടയക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. ഹമാസ് ബന്ദിയാക്കിയ ഗിലാദ് ഷാക്കിത്ത് എന്ന ഇസ്രായേൽ സൈനികനെ മോചിപ്പിക്കുവാൻ 2011 1000-ലേറെ പാലസ്തീനി തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചിരുന്നു. ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളിൽ 126 പേർ ഇസ്രായേലികളും 11 പേർ വിദേശ പൗരന്മാരുമാണ്. 8 തായ്ലൻഡുകാർ, 1 നേപ്പാളി, 1 ടാൻസാനിയൻ, 1 ഫ്രഞ്ച് മെക്സിക്കൻ പൗരൻ എന്നിവരാണ് വിദേശികൾ. 10 മാസം പ്രായമുള്ളതും 4 വയസ്സ് പ്രായമുള്ളതുമായ 2 കുട്ടികളും ബന്ദികളിലുണ്ട്. ഇവർ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറാമെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. ഇസ്രായേൽ ജയിലിലടച്ച എല്ലാ ഫലസ്തീൻ തടവുകാർക്കും പകരം തങ്ങൾ തടവിലാക്കിയ എല്ലാ ഇസ്രായേൽ സൈനികരെയും മോചിപ്പിക്കുവാൻ തയ്യാറാണെന്ന് ഹമാസ് നേതാവും ഗസ മുൻ ആരോഗ്യമന്ത്രിയുമായ ബാസിം നയൂം പറഞ്ഞിരുന്നു. അതേസമയം ഗസയിൽ സ്ഥിരമായി വെടിനിർത്തൽ വേണമെന്ന അന്താരാഷ്ട്ര ആവശ്യത്തെ പിന്തുണച്ച് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പ്രധാനമന്ത്രിമാർ രംഗത്ത് വന്നു. സംയുക്ത പ്രസ്താവനയിലാണ് ഗസയിൽ സ്ഥിരമായ വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നതായി പ്രധാനമന്ത്രിമാർ പറഞ്ഞത്. ഗാസയിൽ സാധാരണക്കാർക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള ഇടം കുറഞ്ഞു വരുന്നു എന്നതിനാൽ തങ്ങൾ ആശങ്കാകുലരാണെന്നും ഹമാസിനെ പരാജയപ്പെടുത്തേണ്ടതിന് ഫലസ്തീനികൾ വില നൽകേണ്ടി വരുന്നത് അംഗീകരിക്കാനാവില്ല എന്നും പ്രധാനമന്ത്രിമാർ പ്രസ്താവനയിൽ പറഞ്ഞു. വെടിനിർത്തൽ ഏകപക്ഷീയമല്ല എന്നും ഗസയിൽ തടവിലാക്കിയ എല്ലാ തടവുകാരെയും ഹമാസ് മോചിപ്പിക്കണമെന്നും ഫലസ്തീൻ സിവിലിയന്മാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിലും ഇസ്രായേലിന്റെ നിലപാടുകളിലും ലോകരാജ്യങ്ങളുടെ പിന്തുണ കുറഞ്ഞു വരികയാണെന്ന് US മുന്നറിയിപ്പ് നൽകി. അതിന് പിന്നാലെയാണ് ഗസയിൽ സ്ഥിരമായി വെടിനിർത്തലിന് വേണ്ടിയുള്ള അടിയന്തര അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണച്ച് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിമാർ രംഗത്ത് വന്നത്.
ഇസ്രായേൽ ഗാസ സംഘർഷത്തിലെ കാനഡയുടെ നിലപാടിനെക്കുറിച്ചും ദ്വിരാഷ്ട്ര പരിഹാരം കൊണ്ടുവരുവാൻ ഇസ്രായേൽ പ്രതിബദ്ധരാണെന്നുമുള്ള കാര്യം ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള സംഭാഷണത്തിൽ ചൂണ്ടിക്കാട്ടിയതായും കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ സ്വയം പ്രതിരോധിക്കുവാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്നായിരുന്നു നേരത്തെ ട്രൂഡോ പറഞ്ഞത്. എന്നാൽ ഇതിനു പിന്നാലെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കനത്ത ബോംബാക്രമണത്തെക്കുറിച്ചും ഫലസ്തീനിൽ നാൾക്കുനാൾ മരണസംഖ്യ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലും ട്രൂഡോ ഇസ്രായേലിനെതിരെ നിലപാട് കടുപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം നടന്ന ഫലസ്തീൻ എൻക്ലേവിൽ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഗാസയിൽ മാനുഷിക വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന UN പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതായി ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്കും വ്യക്തമാക്കിയിട്ടുണ്ട്. 2 മാസമായി തുടരുന്ന ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയും പ്രതിസന്ധി രൂക്ഷമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ 193 അംഗ UN ജനറൽ അസംബ്ലി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഓസ്ട്രേലിയ ഉൾപ്പെടെ 153 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ 23 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വെടിനിർത്തൽ ഹമാസിന് ഗുണം ചെയ്യുമെന്നായിരുന്നു US-ന്റെ നിലപാട്. US-ഉം ഇസ്രായേലും അടക്കം 10 രാജ്യങ്ങളായിരുന്നു എതിർത്ത് വോട്ട് ചെയ്തത്. അതേസമയം ഓസ്ട്രേലിയയും കാനഡയും ഒക്ടോബറിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന UN പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ന്യൂസിലാൻഡ് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. നന്ദി, നമസ്കാരം.